പെലെയുടെയും റൊണാൾഡീനോയുടെയും ഫുട്ബോൾ കളി കണ്ട് കൈയടിച്ചവരാണ് നമ്മൾ. ഈ ശൈലി വന്നത് ബ്രസീലിലെ ഒരു ആയോധന കലയിൽ നിന്നാണെന്ന കാര്യം നിങ്ങൾക്കറിയാമോ? അതെ, കപോയ്ര എന്ന ആയോധന കലയുടെ ഫുട്ബോൾ ഗ്രൗണ്ടിലുള്ള പകർനാട്ടമാണ് ജിങ്ക എന്ന ഫുട്ബോൾ ശൈലി. ഒരു ആഫ്രിക്കൻ ബ്രസീലിയൻ ആയോധന കലയാണ് കപോയ്ര. കപോയ്ര എന്ന വാക്കിനർത്ഥം ഡാൻസ് ഓഫ് വാർ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ നൃത്തം എന്നൊക്കെയാണ്. 16-ാം നൂറ്റാണ്ടിൽ ബ്രസീലിൽ ഉടലെടുത്തതാണ് ഈ കല. തുടർച്ചയായ ഒഴുക്കുള്ള ത്രികോണാകൃതിയിലുള്ള ബ്രസീലിയൻ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ ജിങ്ക എന്ന രീതി ഉടലെടുത്തത് കപോയ്ര എന്ന ആയോധന കലയുടെ ചടുലതയിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു. സാമ്രാജ്യത്വ ഭരണത്തിനെതിരെ ബ്രസീലിൽ സ്വയം രക്ഷയ്ക്കായുള്ള ആയോധന കലയായാണ് കപോയ്ര ഉടലെടുത്തത്. കപോയ്ര അഭ്യാസികൾ തങ്ങളുടെ ഭരണത്തിന് വെല്ലുവിളിയാണെന്ന് മനസ്സിലായതോടെ സർക്കാർ കപോയ്ര നിരോധിച്ചു. എന്നാൽ രഹസ്യമായി കപോയ്ര എന്ന ആയോധന കലയെ ബ്രസീലിന്റെ സ്വാതന്ത്ര്യ സമരത്തിനായി ജനങ്ങൾ ഉപയോഗിച്ചു. സ്ട്രീറ്റ് കപോയ്ര എന്ന കുറച്ചുകൂടി മാരകമായ രീതി അവർ ഉണ്ടാക്കിയെടുത്തു. അത് ഒറിജിനൽ കപോയ്രയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിരുന്നു. ഒറിജിനൽ കപോയ്ര ആയോധന കലയോടൊപ്പം സംഗീതത്തിനും നൃത്തത്തിനും പ്രാധാന്യം കൊടുത്തിരുന്നു. എന്നാൽ സ്ട്രീറ്റ് കപോയ്ര മാരകമായ പ്രത്യാക്രമണ രീതികൾക്ക് പ്രാധാന്യം നൽകുന്നതായിരുന്നു. കപോയ്ര എന്ന ആധുനിക ആയോധന കല കോഡിഫൈ ചെയ്തത് മാസ്റ്റർ വിൻസെൻസ് ഫെരേറിയ പെസ്റ്റിൻഹ ആയിരുന്നു. കപോയ്രയുടെ ഉത്പത്തി അന്വേഷിക്കുമ്പോൾ ആഫ്രിക്കയിൽ നിന്നും കൊണ്ടുവന്ന ഒരു നീഗ്രോ അടിമയിൽ നിന്നുമാണെന്നാണ് അദ്ദേഹം നിസ്സംശയം പറയുന്നത്. മറ്റു ആയോധന കലകളിൽ നിന്നും വ്യത്യസ്തമായി കപോയ്രയിൽ ലോവർ ബോഡി കൊണ്ട് അറ്റാക്ക് ചെയ്യുകയും അപ്പർ ബോഡി കൊണ്ട് ബാലൻസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കപോയ്രയിലെ പ്രഹരങ്ങൾ മാരകവും സമർത്ഥവുമാണ്. ഫൈറ്റ് ചെയ്യുന്ന സമയത്തുള്ള പ്രത്യേക തരത്തിലുള്ള മൂവ്മെന്റ്സ് ശത്രുവിനെ അമ്പരപ്പിലാക്കുകയും ഫൈറ്റർക്ക് കൃത്യമായ തക്കത്തിന് ആക്രമിക്കാൻ കഴിയുകയും ചെയ്യുന്നു. കപോയ്ര എന്ന ആയോധന കലയ്ക്ക് ബ്രസീലിന്റെ സംസ്കാരത്തോടും പാരമ്പര്യത്തോടും ഇഴചേർന്ന ബന്ധമുണ്ട്.